കേരളത്തിൽ അടിക്കടി ഉണ്ടാകുന്ന ട്രെയിൻ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ അന്വേഷിക്കുന്നു കേരളത്തിലെ റെയിൽപാതകൾ എത്രത്തോളം സുരക്ഷിതമാണ്. കേവലം ഒരു സ്ഥലത്തെ മാത്രം അവസ്ഥയല്ല ഇത്. കേരളത്തിലെ റെയിൽപാതകളുടെ ആകെ കാഴ്ചയാണ്. റെയിൽവേ പാളങ്ങളുടെ സ്ഥിതി നിശ്ചിത ഇടവേളകളിൽ റെയിൽവേ സാങ്കേതിക വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ പരിശോധിക്കണമെന്നാണ് ചട്ടം. റെയിൽവേ സാങ്കേതിക വിഭാഗത്തിലെ കീമാൻ തസ്തികയിലുള്ളവർക്കാണ് റെയിൽവേ പാളത്തിന്റെ സുരക്ഷ നേരിട്ട് ഉറപ്പുവരുത്തുന്നതിന്റെ ചുമതല. നിശ്ചിത ഇടവേളകളിൽ ഇക്കൂട്ടർ പാളങ്ങളിൽ പരിശോധന നടത്തി ഇത് നിർവഹിക്കേണ്ടതുമാണ്. ഇത്തരത്തിലുള്ള പരിശോധനകൾ മിക്കപ്പോഴും പ്രഹസനമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. ട്രെയിൻ പാതകളിൽ കൃത്യമായ പരിശോധനകൾ നടത്തുന്നില്ല എന്നതിന് തെളിവാണ് ഈ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ട്രെയിൻ പോയി കഴിഞ്ഞ് ഇതിൻ്റെ ക്ലാമ്പുകൾ പിടിപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇളകിപ്പോയിരിക്കുന്നു. ഇതുവഴിയാണ് തുടർച്ചയായി ട്രെയിനുകൾ പോകുന്നത്. ഇത് അപകട സാധ്യത കൂടുതൽ വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. നെട്ടും ബോൾട്ടുമില്ലാതെയും ഉള്ളത് പാളങ്ങളിൽ നിന്ന് ഇളകിത്തെറിച്ചും പലയിടങ്ങളിലായി കാണാം. തുരുമ്പ് കയറിയ ഭാഗങ്ങളിൽ താൽക്കാലിക ജീവനക്കാരെ ഉപയോഗിച്ച് പെയിന്റ് ചെയ്ത് മറയ്ക്കുകയാണ് പതിവ്. റെയിൽവേ പാളങ്ങൾ മണ്ണിലേക്ക് ഉറപ്പിക്കുന്ന ബ്രിഡ്ജും തകരാറിലാണ്. അപകടം ഉണ്ടാകുമ്പോൾ മാത്രം പരിശോധന നടത്തുന്ന റെയിൽവേ പിന്നീട് പാളങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാറേയില്ല. പകരം ആ ഭാഗങ്ങളിൽ വേഗതാ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് പതിവ്. ഇത്തരത്തിൽ കേരളത്തിൽ മാത്രം 500ഓളം സ്ഥലങ്ങളിൽ വേഗതാ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാലപ്പഴക്കം ചെന്ന പാളങ്ങൾ മാറ്റുവാൻ പോലും വകുപ്പ് കാണിക്കുന്ന അനാസ്ഥയാണ് മിക്ക അപകടങ്ങളുടെയും കാരണം. ഉദ്യോഗസ്ഥരുടെ കൃത്യവിലോപം ശ്രദ്ധയിൽപ്പെട്ടാൽ പോലും ഉന്നത ഉദ്യോഗസ്ഥർ കണ്ണടയ്ക്കാറാണ് പതിവ്. കറുകുറ്റിയും കരുനാഗപ്പള്ളിയും റെയിൽവേ പാടമാക്കിയില്ലെങ്കിൽ കാത്തിരിക്കേണ്ടി വരുന്നത് മറ്റൊരു കടലുണ്ടിയും പെരുമണ്ണുമായിരിക്കും. റെയിൽവേ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണ്. കൊല്ലത്ത് നിന്ന് ക്യാമറാമാൻ സെറിലിനൊപ്പം ആർ അരുൺ രാജ്, റിപ്പോർട്ടർ.